കർത്താവിന്റെ രക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ട ദൈവമക്കൾ, പ്രയർ ലൈൻ ലീഡ് ചെയ്ത ജിജി ആന്റി, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട് ഇന്നലത്തെ അസൈൻമെന്റ് 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണ് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ജിജിയാന്റെ നല്ല മാതൃക കാണിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദയവായി വായിക്കുന്നത് ശ്രദ്ധിച്ചാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നും ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. വളരെ സുപരിചിതമായ അനുഗ്രഹിക്കപ്പെട്ട അനവധി പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ പേര് തന്നെ പെന്തിക്കോസ്ത് എന്നാണ്. പെന്തിക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. ഇത് യഹൂദന്മാരുടെ ഒരു ഫെസ്റ്റിവലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്ക് പെന്തിക്കോസ്ത് എന്ന പേര് ലഭിച്ചത്? നമ്മുടെ സഭയ്ക്ക് പെന്തിക്കോസ്ത് എന്ന പേര് ലഭിക്കാൻ കാരണം, നമ്മൾക്ക് നമ്മുടെ സഭയിൽ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അന്ന് കൂടിയിരുന്ന സെഹിയോൻ മാളികയിൽ പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ, ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ആത്മാവിന്റെ പകർച്ചയ്ക്കായി, പരിശുദ്ധാത്മാവിന്റെ നിറവിനായി, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കാത്തിരുന്നവരുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി വഹിക്കുന്ന ഒരു കൂട്ടം എന്ന നിലയിൽ നമ്മെ പെന്തിക്കോസുകാർ എന്ന് പറയുന്നു. പെന്തിക്കോസ് ഒരു പ്രസ്ഥാനമല്ല, പെന്തിക്കോസ്ത് ഒരു അനുഭവമാണ്. പെന്തിക്കോസ്ത് ഒരു സംഘടനയല്ല, പെന്തിക്കോസ് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ശ്രദ്ധിക്കണമേ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ചരിത്ര നിമിഷമാണ്. കൃപയാൽ നമ്മളും ഈ പെന്തിക്കോസിന്റെ കൂട്ടവകാശികളായി തീർന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, കാത്തിരുന്ന ദൈവസഭ സ്വർഗവുമായി ഉയർത്തെഴുന്നേറ്റ് കരേറിപ്പോയ കർത്താവിൽ നിന്ന് പ്രാപിച്ച ആത്മാവിനാൽ, ഉയരത്തിലെ ശക്തിയാൽ നിറയപ്പെട്ട് അവർ സ്വർഗത്തോട് കണക്റ്റഡ് ആയി തീർന്നു. One spirit embraces the throne in heaven and the upper room on the earth. Amen. സ്വർഗത്തിന്റെ സിംഹാസനത്തെയും അവർ കൂടിയിരുന്ന മാളിക മുറിയെയും കൂടെ കൂട്ടിയോജിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. അത് അവർ എല്ലാവരുടെ മേലും പകർന്നു. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആ നാളിന് എന്തുവാ പ്രത്യേകത? അത് യഹൂദന്മാരുടെ ഒരു ഫെസ്റ്റിവലാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്സവ സമയത്ത് അവരുടെ ആലയത്തിൽ, അവരുടെ ദേവാലയത്തിൽ കൂടി വരുന്ന പതിവുണ്ട്. ഇത്ര കിലോമീറ്റർ ചുറ്റളവിന് അകത്തുള്ളവർ മുഴുവൻ വളരെ നിർബന്ധമായും അവർ ആ ഉത്സവത്തിൽ പങ്കെടുത്തിരിക്കണം. എന്നാൽ മടുത്തുപോയ, എല്ലാ വർഷവും നടന്നു വരുന്ന ചടങ്ങ് പോലെയുള്ള ആചരണങ്ങളും ഉത്സവങ്ങളും മടുത്തുപോയ ഒരു കൂട്ടം ജനം കർത്താവിൽ നിന്ന് പ്രാപിച്ച വാഗ്ദത്തത്തിനു വേണ്ടി അവർ ആലയത്തിൽ പോകാതെ അവർ മാളിക മുറിയിൽ കാത്തിരുന്നു. അവർക്ക് ട്രഡീഷൻ അല്ലായിരുന്നു വലുത്, അവർക്ക് കർത്താവിൽ നിന്ന് കേട്ട വാക്കുകളായിരുന്നു വലുത്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാനുള്ള ഒരു ചോദ്യം ഇതാണ്: ആർ യു ഫോളോയിങ് ദ ട്രഡീഷൻ or are you following the word of God? Are you thirsty and hungry to be filled with the power of the Holy Spirit?
പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതനാകുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എപ്പോഴും ഓർത്തോണം, ചിലപ്പോഴൊക്കെ ട്രഡീഷനുകൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ആരോ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്ന പല ചിന്തകളും പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മളെ ഒത്തിരി അകറ്റിക്കളയുന്നതാണ് എന്ന് നാം മറന്നു പോകരുത്. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആമേൻ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷരായി. ആമേൻ അതിനു മുമ്പ് എഴുതിയേക്കുകയാണ് രണ്ടാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ദേവാലയത്തിന്റെ അകത്തല്ല മഹത്വം ഇറങ്ങിയത്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ദേവാലയത്തിന്റെ അകത്തല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞത്. ദൈവമക്കൾ കൂടിയിരുന്ന സ്ഥലത്താണ് കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്നത്. ദൈവമക്കളെ, ഒരു കാര്യം സുനിശ്ചിതമാണ്, ദൈവത്തിന് ആലയമല്ല വലുത്, ദൈവത്തിന് കെട്ടിടമല്ല വലുത്, ദൈവത്തിന് ട്രഡീഷൻ അല്ല വലുത്, ദൈവത്തിന് പാരമ്പര്യമല്ല വലുത്, ദൈവത്തിന് തന്റെ സഭയാണ് വലുത്. കാത്തിരിക്കുവാൻ തയ്യാറാണോ? പകരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കമാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, കാത്തിരിക്കുവാൻ തയ്യാറാണോ? ആമേൻ, ഹല്ലേലൂയ. പകരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കമാണ്. ഹല്ലേലൂയ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ഉണരുകയായി ജനകോടികൾ, ആമേൻ, തകരുമപ്പോൾ ദുർശക്തികളും. അങ്ങനെ നിറയപ്പെട്ട ഒരു തലമുറ, ആമേൻ, 3000 വണ്ണം ഉത്സവം കാണാൻ വന്നതാ. അവരെ ഗ്രാവിറ്റൈസ് ചെയ്തു. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അഭിഷേകത്തിന്റെ ശക്തി 3000 അണ്ണത്തെ ദൈവത്തിങ്കിലേക്ക് ആകർഷിച്ചു. ഞാൻ ആത്മാവിൽ തെളിവായ ഒരു കാര്യം പറയാം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന എക്സ്പീരിയൻസും കേട്ട പ്രസംഗങ്ങൾ മനപ്പാടമാക്കി വെച്ചതൊന്നും പത്രോസിൽ ഒരിക്കലും ഫലിക്കാതിരുന്നപ്പോൾ, പത്രോസ് ആത്മാവിനാൽ നിറയപ്പെട്ടവനായി എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ, ആ വചനത്തിന്റെ അകത്ത് ശക്തി വ്യാപരിച്ച് അനേകരെ ആകർഷിച്ചെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നേടാൻ പറ്റാത്തത് ആത്മാവിനാൽ നേടാൻ കഴിയും. അതുകൊണ്ട് ആ സെരുബാബേലിനോട് കർത്താവ് പറഞ്ഞത്, സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാര് അത് സമഭൂമിയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ഇന്നലെ വരെ പരാജയമായിരിക്കും, ഇന്നലെ വരെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലായിരിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി തീരുക. താങ്ക് യു ലോർഡ്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു. അവിടുത്തെ സംഭവങ്ങൾ, അവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? ഒന്ന്, കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ, മൈറ്റി റഷിംഗ് വിൻഡ്, ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഒന്ന്, കാറ്റടിച്ചു. രണ്ട്, മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അവൻ മൂന്നാമത്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷരായി. അത് അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ഒന്ന്, കാറ്റടിച്ചു, മുഴക്കമുണ്ടായി. അവൻ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. എല്ലാവരും അവൻ ശ്രദ്ധിച്ചോണം, നോട്ട് ഈവൻ വൺ ലെഫ്റ്റ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആ വാക്ക് ശ്രദ്ധിക്കണമേ, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണമേ. അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. And my English Bible says, and they were all filled with the Holy Ghost and began to speak with other tongues. അവർ സംസാരിച്ച് നിർത്തിയെന്നല്ല പറയുന്നത്, അവർ സംസാരിച്ചു തുടങ്ങി. 2020
10-ാം മാസം 16-ാം തീയതി ഈ നിമിഷം 10 മണിയോട് അടുക്കുമ്പോൾ നമ്മളും ആത്മാവിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം ദൈവവചനം പറയുന്നു, അവർ സംസാരിച്ചു നിർത്തിയെന്നല്ല, അവർ സംസാരിച്ചു തുടങ്ങി. അതൊരു തുടക്കമായിരുന്നു. അത് അവൻ ഇന്നും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പലരും പറയുന്നുണ്ട്, അവൻ ബ്രദറുകാരെന്ന് പറഞ്ഞ ബ്രദർമാര് അവര് പറയുന്നത് നിന്നുപോയെന്ന് പറയുന്നുണ്ട്. അവർക്കത് നിന്നുപോയി കാണും. എന്നാൽ ആത്മാവിന്റെ ജീവനിലും ചൈതന്യത്തിലും ആത്മാവിന്റെ ശക്തിയിലും ആരാധിക്കുന്ന ഈ തലമുറയിൽ നമ്മൾ വിളിച്ചു പറയും, അത് നിന്നുപോയെന്ന് പറയുന്നവർക്ക് നിന്നുപോയി, എനിക്കത് നിന്നുപോയിട്ടില്ല. ഹല്ലേലൂയ. ആ അഗ്നി ഇന്നും എന്നിൽ കത്തുന്നുണ്ട്. ആ അഗ്നിയുടെ ചൂട് ഇന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിലൂടെ ഒഴുകുന്നുണ്ട്. ദൈവമക്കളെ, അത് നിന്നവർക്ക് നിന്നു പോകട്ടെ, എന്നാൽ നമുക്കത് നിന്നു പോയിട്ടില്ല. എന്ന് വെച്ചാൽ പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ഇന്നും ഹല്ലേലൂയ കർത്താവിന്റെ കൈ കുറുകിപ്പോയിട്ടില്ലെന്നാ പറഞ്ഞത്. സ്തോത്രം. ഐ ബിലീവ് ദാറ്റ് ഈസ് റിപ്പീറ്റിംഗ്. ആമേൻ. സ്തോത്രം. ഒരു പ്രാവശ്യം ചെയ്തത് കർത്താവിന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ആമേൻ. പടക് നിറച്ചു കൊടുത്ത പത്രോസിനെ പിന്നെയും നിറച്ചു കൊടുക്കാൻ കർത്താവിന് പറ്റിയില്ലേ? കർത്താവിന് പറ്റും ഇന്നും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, ഇന്നും ഹല്ലേലൂയ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ എന്റെ ദൈവം മതിയായവനാ. ബിക്കോസ് മൈ ഗാഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർഎവർമോർ. എന്റെ ദൈവം ആമേൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമത്രേ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ദൈവമക്കളെ, ആമേൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം. ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് കർത്താവ് അവൻ വാഗ്ദത്തം ചെയ്ത കാര്യസ്ഥൻ, കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവെന്ന ആശ്വാസപ്രദൻ, കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവെന്ന ഉപദേഷ്ടാവ്, കർത്താവ് വാഗ്ദത്തം ചെയ്ത വഴി നടത്തുന്ന നല്ല ദൈവമായ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് ഇറങ്ങി വന്ന് സഭയെ ഉദ്ഘാടനം ചെയ്യുന്ന അതിമഹത്തരമായ സമയം. ഹല്ലേലൂയ. നമ്മള് കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഫ്ലൈറ്റിന്റെ വീലുകൾ ആ റൺവേയിൽ ടച്ച് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം സഭയിൽ സ്പർശിച്ച നിമിഷം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവിടെ കാണാനുണ്ടായിരുന്നു, അവിടെ കേൾക്കാനുണ്ടായിരുന്നു, അവിടെ അനുഭവിക്കാനുണ്ടായിരുന്നു. ദൈവമക്കളെ, ആരും നമ്മളെ വഞ്ചിക്കരുത് കേട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം ഇറങ്ങി വരുമോ അവിടെയെല്ലാം ഈ സൂപ്പർ നാച്ചുറൽ തിങ് ആവർത്തിക്കും. എന്തിനാ കൊടിയ കാറ്റടിക്കുന്നത് പോലെ വന്നത്? കൊടിയ കാറ്റായിട്ട് വന്നത് എന്തിനാ? പരിശുദ്ധാത്മാവിനൊരു അർജൻസി ഉണ്ടായിരുന്നു, ഒരു അർജൻസി. ഹല്ലേലൂയ. എന്തിനാ? ആമേൻ. പിളർന്ന നാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമായത്. ആ നാവുകളുടെ ആമേൻ ദർശനം അവരെ ബലപ്പെടുത്തി. അവരുടെ നാവുകൾ അഗ്നി നാവുകളായി മാറി. കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 5000 രക്ഷിക്കപ്പെടത്തക്കവണ്ണം അഗ്നിനാവുകളായി അവരുടെ നാവുകൾ മാറി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബാബേൽ ഗോപുരത്തിൽ മനുഷ്യന്റെ ഭാഷയെ കലക്കിക്കളഞ്ഞ് അവർക്ക് പണി നടത്താൻ പറ്റാതെ ചതറിച്ചു കളഞ്ഞെങ്കിൽ പിന്നെ പേരിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ചതറിപ്പോയ ഒരു കൂട്ടം ശിഷ്യന്മാരെ ഒരുമിച്ച് വലിച്ചൊടിപ്പിച്ച് അനേകരെ നിത്യതയിലേക്ക് നേടത്തക്കവണ്ണം സുവിശേഷത്തിന്റെ അഗ്നിനാവായി അവരെ ഉപയോഗിക്കാനായി അവരുടെ നാവിലേക്ക് ഒരു ഭാഷയെ കൊടുത്തു. ആ ഭാഷയുടെ പേരാണ് അന്യഭാഷ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദൈവമക്കളെ, അത് സംസാരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നാം കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ദൈവമക്കളെ, ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പെന്തിക്കോസ്ത് സമൂഹത്തിന് ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ഡീപ്പർ റെവലേഷൻസിലേക്ക് നമ്മൾ കയറും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഒരു നരക്കം, പരിശുദ്ധാത്മാവിന്റെ ഒരു ഗ്രീവിംഗ് അവൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എവിടേക്കാണ് നാം മടങ്ങി വരേണ്ടത്? യഥാർത്ഥ പെന്തിക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് നമ്മുടെ സഭ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ചും
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ചും ആമേൻ കൃപാവരങ്ങളെ കുറിച്ചും നമ്മുടെ ആദിമ പിതാക്കന്മാർ എഴുതുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് പാസ്റ്റർ കെ എബ്രഹാമിന്റെ ഒക്കെ കാലത്തെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അന്നവർ അന്യഭാഷ പറയുമ്പോൾ ഇന്നത്തെ പോലെ കത്തോലിക്കര് കരിസ്മാറ്റിക്കുകാരൊന്നും അന്യഭാഷ പറയാൻ തുടങ്ങിയിട്ടില്ല. അന്നവരെ പരിഹസിക്കുമായിരുന്നു, അന്നവരെ കൂക്കി വിളിക്കുമായിരുന്നു, അന്നവരെ നിന്ദിക്കുമായിരുന്നു, അന്നവരെ അപമാനിക്കുമായിരുന്നു. അവർ കഷ്ടതയും നഷ്ടവും ഒറ്റപ്പെടുത്തലും അനുഭവിച്ചൊരു കാലമായിരുന്നു അത്. ഇന്ന് നമ്മള് എത്ര പരസ്യമായി ഹാർവസ്റ്റ് ടിവിയിലും അവൻ പവർ വിഷനിലും ഒക്കെ അന്യഭാഷ പറയുന്നു. നമ്മുടെ അന്യഭാഷകളെ പലരും കളിയാക്കുന്നെങ്കിലും അതിനെക്കാട്ടിലും എത്രയോ വലിയ നിന്ദകൾ അനുഭവിച്ച നാളുകളായിരുന്നു. പക്ഷേ ആ ആത്മശക്തിയെ അവർക്കൊന്നും അവസാനിപ്പിക്കാൻ പറ്റിയില്ല. കളിയാക്കി വിളിച്ചത് കൊണ്ട്, കൂക്കി വിളിച്ചത് കൊണ്ട്, പാട്ട കൊട്ടിയത് കൊണ്ടും ആമേൻ അവരുടെ അന്യഭാഷ നിന്നു പോയില്ല. അവരതിനെ തള്ളിക്കളഞ്ഞില്ല. ഹല്ലേലൂയ. പക്ഷേ വേദനയോടെ ഞാൻ പറയട്ടെ, പെന്തിക്കോസ്തിന്റെ അനുഭവത്താൽ പെന്തിക്കോസ് എന്നും പേര് കിട്ടിയ നമ്മുടെ സഭ ഒരു ആന്റി പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് നമ്മുടെ അകത്തു നടക്കുന്നത് നാം മറന്നു പോകരുത്. അതൊരു വലിയൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞത് ഇതിനെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. സഭ ഒരു ആന്റി പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് നമ്മുടെ അകത്ത് തന്നെ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ നമ്മുടെ അകത്ത് സഭയ്ക്കകത്ത് കടന്നുകൂടിയിട്ട് കുറച്ചു കാലമായി. ആമേൻ. വളരെ നല്ല വചനാധ്യാപകൻ എന്ന വ്യാജേന ഇവർ ജനത്തെ ആത്മശക്തിയിൽ നിന്നും ആത്മനിറവിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ഇങ്ങനെ പ്രസംഗിക്കും: ചാടിയാ പോരാ, തുള്ളിയാ പോരാ, കൈകൊട്ടിയാ പോരാ, മറുഭാഷ പറഞ്ഞാ പോരാ എന്നൊക്കെ പറയുമ്പോൾ അതിനെ കൈകൊട്ടി അവൻ ചിരിക്കാൻ, അതിനെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മടി കാണിക്കാതിരിക്കുമ്പോൾ നാം മറന്നു പോകരുത്. നാം പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുകയാണ്. നാം അറിയാതെ ആ പെന്തിക്കോസ്ത് അനുഭവത്തെ അവൻ കെടുത്തിക്കളയുകയാണ്. ദൈവമക്കളെ, ഞാൻ പറയുന്നത് വചനാനുസരണമല്ലാത്ത ജീവിതത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വക പ്രഭാഷണങ്ങൾ അവൻ വചനാനുസരണമുള്ള ജീവിതത്തിലേക്കല്ല മനുഷ്യരെ തള്ളിവിടുന്നത്. ഒരു ആന്റി കരിസ്മാറ്റിക് പരിശുദ്ധാത്മാവിന് എതിരെ നിൽക്കുന്ന ചിന്തയിലേക്ക് ജനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മളിൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ദൈവമക്കളെ, ഞാൻ ഒരു വാക്ക് പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യമായി വചനം കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതഭ്രാന്തും തീവ്രവാദവും കൊള്ളയും കൊള്ളിവെപ്പും കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ, ഇനിയും എങ്കിലും നമ്മുടെ സഭ ഉണരുവാൻ സമയമായി, പ്രാർത്ഥിക്കുവാൻ സമയമായി. ആത്മശക്തി കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. സ്തേഫാനോസിന് നേരെ പല്ല് കടിച്ചുകൊണ്ട് ജനം മുൻപിലേക്ക് വന്നപ്പോൾ അവൻ പരിശുദ്ധാത്മാവനായി നിറഞ്ഞവനോ ആയതുപോലെ ഇനി പീഡനത്തിന്റെ കാലഘട്ടമാണെങ്കിൽ നമുക്ക് നെവരെ നിൽക്കുവാനായി ആത്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ പഠിച്ചു വെച്ചത് നമ്മുടെ തിയോളജിക്കൽ സ്റ്റഡീസോ ഒന്നും നടക്കത്തില്ല കേട്ടോ. ഈ പറഞ്ഞവർ കൈകൊട്ടിയവരെയും അന്യഭാഷ പറഞ്ഞതിനെയും തുള്ളിച്ചാടുന്നതിനെയും കളിയാക്കിയവരൊക്കെ മാളത്തിൽ കയറും. എന്നാൽ അഭിഷേകം പ്രാപിച്ചവൻ നെവരെ നിൽക്കും കേട്ടോ. യുദ്ധം പഠിച്ച സഹോദരന്മാര് അവൻ മല്ലന്റെ മുമ്പിൽ മുട്ടടിച്ചു നിന്നപ്പോൾ യുദ്ധം പഠിച്ചിട്ടില്ലാത്ത കിന്നരവാനയിൽ നിപുണനായ അഭിഷേകം നിറഞ്ഞ അവൻ ദാവീദിന് വെല്ലുവിളി കേട്ടോണ്ട് നിൽക്കാൻ പറ്റാതെ വിരസമുള്ള 5 കല്ലിലെ ഒരു കല്ലുകൊണ്ട് അവൻ ദുഷ്ടനെ എറിഞ്ഞു വീഴ്ത്തിയതുപോലെ ദൈവം ചില ആരാധകന്മാരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിന്നോട് പറയാം. കളിയാക്കുന്നവനെ ദൈവം വകഞ്ഞു മാറ്റി നിർത്തിയിട്ട് ഇതെനിക്ക് വേണമപ്പ എന്ന് പറഞ്ഞ് നെടുമ്പാട് വീഴുന്നൊരു തലമുറയെ എഗസ്കിയലിനെ പോലെ അസ്തിത്വയുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു നിർത്തിയിട്ട് പ്രവചിക്കണമെന്ന് പറയും, പ്രവചിക്കാൻ പറയും. നാണമില്ലാതെ അസ്തിത്വയുടെ നടുവിൽ പൊട്ടനെ പോലെ പ്രവചിക്കുന്നവന്റെ വാക്കുകൾക്ക് മുമ്പിൽ നിഗതന്മാരുടെ മേൽ കാറ്റ് ഊതും, നിഗതന്മാരുടെ മേൽ കാറ്റ് ഊതും. ഇന്ത്യ എന്ന അസ്തിത്വരെ ദൈവം ബഹുസൈന്യത്തിന്റെ, ജീവനുള്ള സൈന്യത്തിന്റെ താഴ്വരയാക്കി മാറ്റും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മഹാരാഷ്ട്രയിൽ നിങ്ങൾ എഴുന്നേറ്റും പ്രവചിക്കട്ടെ. കാറ്റടിക്കാൻ പോകുക. ശബാന ഹസ്തന ജാനേ റീഖമന ഹദനഗഡഗശി. അതല്ലേ അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചത്. വലിയ കാട് കത്തിക്കൊണ്ടിരിക്കുമ്പോ കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? വലിയ കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? ആളിപ്പടരും, ആളിപ്പടരും. ഇത് പെന്തിക്കോസ്തിന്റെ അഗ്നിജ്വാലയാണ് കേട്ടോ. ഇത് ജ്വാല ആളിക്കത്തുന്ന സമയമാണ്. ആരെങ്കിലും കളിയാക്കട്ടെ, തള്ളി പറയട്ടെ, നമ്മൾ മാനസിക രോഗികളാന്ന് പറഞ്ഞോട്ടെ, ഭ്രാന്തന്മാരാന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം, അപ്പ എനിക്കിത് വേണം, എനിക്ക് ആത്മശക്തി വേണം. ഓ യറമ ശേഖരേ, പൗലോസിനെ മൂന്നാം സ്വർഗത്തോളം എടുത്തുകൊണ്ടുപോയതുപോലെ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയ പരിശുദ്ധാത്മാവേ, carry me. Hallelujah. Thank you, Holy Spirit. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമ്മൾ ഏറ്റവും വലിയ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ദിവസങ്ങളാണ്. ബീഹാറിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ വലിയ കൊടിയ പീഡകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നമുക്ക് നിറയാം. സ്തോത്രം. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ പിശാച് എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കള വിതച്ചിട്ടുണ്ട്. ഇന്നു രാത്രി ആ കളയെല്ലാം പരിശുദ്ധാത്മാവ് എടുത്തു കളയും. നാം എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഇന്ന് രാത്രിയിലത്തെ ക്ലാസ്സിനാൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും എന്ന് ഞാൻ അവൻ ആത്മാവിൽ വിശ്വസിക്കും. പരിശുദ്ധാത്മാവിനെ അഗ്നിയോടെ സാദൃശ്യപ്പെടുത്തി ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അഗ്നിയോട് സാദൃശ്യപ്പെടുത്തി. ചിലർ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ അഗ്നി എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല എന്ന്. അത് പച്ചക്കള്ളമാണ് കേട്ടോ. അത് നിങ്ങൾ വിശ്വസിക്കരുത്. പരിശുദ്ധാത്മാവിനെ അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അഗ്നി എന്ന് പറയുന്നതിൽ ഭയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അത് വേറെ ആരുമല്ല, പൈശാചിക മണ്ഡലമാണ്. ഭൂതം ഇളകുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോ ഭൂതം വിളിച്ചു പറയും, തീയാണ്, തീയ. കേട്ടിട്ടുള്ളവർക്കറിയാം, തീയാണ്. അയ്യോ, ഞാൻ തീക്കൂട്ടത്തിലാണ് നിൽക്കുന്നത്, തീ കൊണ്ട് എന്റെ ദേഹം പൊള്ളുന്ന എന്ന് പിശാച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും ഈ പരിശുദ്ധാത്മാവ് തീയുടെ അനുഭവം അല്ലെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവനെ നോട്ട് ചെയ്തോണം. 21 ദിവസം ഉപവാസം എടുത്താലും ആ ഭൂതം അവനെ വിട്ടുമാറാൻ ആത്മാവിൽ പ്രാർത്ഥിക്കണം. കാരണം സ്തോത്രം, 1 തെസ്സലോനിക്കർ 5:19 പറയുന്നു, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. ആമേൻ. അവിടുത്തെ ലിറ്ററൽ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. വെള്ളം ഒഴിച്ച് കെടുത്തരുതെന്ന അർത്ഥം. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ഹോശന്ന ബൈബിളിലും പ്രീമിയർ ബൈബിളിലും ആത്മാവിന്റെ അഗ്നി കെടുത്തരുതെന്ന് എഴുതി വെച്ചേക്കുന്നത്. ആത്മാവിന്റെ അഗ്നി കെടുത്തരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കെടുത്തരുത് എന്നുള്ളത് അപ്പോസ്തോലിക ഉപദേശമാണ്. വെള്ളം ഒഴിച്ച് തീ കെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ആരും കെടുത്താൻ പാടില്ല. നമ്മുടെ സഭായോഗങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ കൈവിട്ടു പോകുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി സഭായോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ചിലർ വളരെ സ്റ്റണ്ണായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അയ്യോ, ഈ പാസ്റ്റർക്ക് സഭായോഗം നടത്താൻ അറിയാൻ വയ്യാത്തവനാണോ? അറിയാൻ വയ്യാഞ്ഞിട്ടല്ലെന്നേ. അങ്ങനെയുള്ള സമയങ്ങൾ വലിയ വിലയുള്ള സമയങ്ങളാ. പരിശുദ്ധാത്മാവ് ഇറങ്ങി ദൈവജനത്തെ നിറച്ചുകൊണ്ടിരിക്കുമ്പോ ചിലര് തല്ലിക്കെടുക്കുന്നത് എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ദയവായി സഭയുടെ മുൻനിരയിലേക്കും മൂപ്പന്മാരുടെ സ്ഥാനത്തേക്കും വരാതിരിക്കാനായി ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെയുള്ള സഭകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ആത്മാവിന്റെ ശക്തി വെളിപ്പെടത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചില സഭകളിൽ ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ദൈവജനങ്ങളിലേക്ക് അഗ്നി പോലെ പകരപ്പെടുമ്പോൾ ചില അച്ചായമാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവർ ആജ്ഞം കാണിക്കും, ഇത്രയും മതി, ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. അവർ അതിനെ തല്ലിക്കെടുക്കും. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത 3 പാട്ടും ഒരു പ്രാർത്ഥനയും സങ്കീർത്തനവും പ്രസംഗവും സ്തോത്രകാഴ്ചയും സാക്ഷ്യം പറച്ചിലും അല്ലാതെ നമ്മുടെ സഭയ്ക്കകത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം ദൈവമക്കളെ, പ്രാർത്ഥിക്കണം. നമ്മൾ പഠിച്ചു വെച്ചതല്ലാതെ, നമ്മുടെ പരിചയിച്ച കാര്യങ്ങളല്ലാതെ അതിനപ്പുറമായി ചിലത് നമ്മുടെ ഹല്ലേലൂയ സഭായോഗത്തിൽ സംഭവിക്കും. ഞാൻ ഓരോ ഞായറാഴ്ചയും ദൈവവചനം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പരിശുദ്ധനോട് പറയും, കർത്താവേ, ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് മൊത്തം പറയണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ലപ്പാ. പക്ഷെ ഒരു കാര്യമാണ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവിടുത്തെ ശക്തി വെളിപ്പെട്ടെ മതിയാകത്തുള്ളൂ. അവിടുത്തെ ജനം അവിടുത്തെ സ്പർശനം അനുഭവിച്ച് മാത്രമേ മടങ്ങി പോകാവുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു പ്രസംഗം പ്രസംഗിക്കാനാണോ പാട്? ഗൂഗിളിലോട്ട് കയറിക്കേ, ആയിരക്കണക്കിന് പ്രസംഗങ്ങളുണ്ട്. ഒരെണ്ണം കോപ്പി ചെയ്ത് വാക്ചാതുര്യമുണ്ടെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കാം. അതിന്റെ കൂടെ കുറച്ച് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, എന്നാ പറയുന്നത്, പൊടിപ്പും തൊങ്ങലൂടെ പറയാൻ പറ്റുന്ന ആളാണെങ്കിൽ നല്ല പ്രസംഗം കാഴ്ചവെക്കാം. പക്ഷെ സഭ വളരത്തില്ല, അന്ധകാരങ്ങൾ മുട്ടുമടക്കത്തില്ല. അന്ധകാരങ്ങൾ മുട്ടുമടക്കണമെങ്കിൽ, ആത്മാക്കൾ വിടുവിക്കപ്പെടണമെങ്കിൽ സ്ട്രാറ്റജി കൊണ്ട് മാത്രം കാര്യമില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ഞാൻ ചലഞ്ച് ചെയ്യുക ദൈവസഭയെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെട്ടാൽ ആമേൻ, ആൾക്കാർ നമ്മളെ തേടി വരും. യെസ്, ഹല്ലേലൂയ. ജനങ്ങൾ കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ചാണെങ്കിലും ദൈവമക്കളെ ആത്മാക്കൾ നമ്മുടെ സഭ തേടി വരും, നമ്മുടെ കുടുംബങ്ങളെ തേടി വരും. ഓ, നീ കൈവച്ചു പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുമെന്ന് ജനം അറിഞ്ഞാൽ അവർ ആമേൻ ടിക്കറ്റ് കൊടുത്ത് പണം മുടക്കി നമ്മുടെ വീട് തേടി വരുന്നത് പോലെ. ഗ്ലോറി, ഗ്ലോറി. ഇനി അങ്ങനെയുള്ള കാലഘട്ടമാകട്ടോ, ഇനി അങ്ങനെയുള്ള കാലഘട്ടമാ. ആരോ പറഞ്ഞു എല്ലാം തകർന്നു പോയെന്ന്, സഭായോഗം നടക്കുന്നില്ലെന്ന്, എല്ലാം സൂമിലായി പോയെന്ന്, എല്ലാം ആപ്പിലായി പോയെന്ന്. നോ നോ നോ. കടല് പിന്നോട്ട് വലിയുമ്പോൾ ഓർത്തോണം, വലിയ സുനാമി വരുന്നുണ്ട്. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ കായംകുളത്തുകാരോടും കൊല്ലംകാരോടും വന്ന് ചോദിക്കുന്നേ. ചില കിലോമീറ്ററുകൾ പുറകോട്ട് കടൽ വലിഞ്ഞു പോയി. അവർ ചിന്തിച്ചു, ഓ, ഇനി കരയുണ്ട്, നല്ലതാണ്. നോ നോ നോ. അതിന്റെ അപ്പുറത്ത് ചില മണിക്കൂറുകൾക്ക് ശേഷം ഉഗ്രശക്തിയോടെ ഒരു കൊന്നത്തെങ്ങിന്റെ വലിപ്പത്തിൽ കടൽ കയറി വന്ന് മൂടിക്കളഞ്ഞു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ ദിവസങ്ങൾ കടല് പിന്നോട്ട് വലിഞ്ഞു നിൽക്കുക. മോശ കൈനീട്ടിയപ്പോൾ പിൻവാങ്ങിയ കടൽ മടങ്ങി വന്നതുപോലെ വലിയൊരു തെരത്തള്ളൽ, കൊടിയ കാറ്റ് അടിച്ച് മാളിക മുറിക്കകത്തേക്ക് ഇറങ്ങിയതുപോലെ, ഓ, ഭൂമിയെ നിറയ്ക്കുന്ന വലിയ ഉണർവ്, പട്ടണങ്ങളെ നിറയ്ക്കുന്ന വലിയ ഉണർവ് നമ്മുടെ സഭകളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക് പകരുവാൻ പരിശുദ്ധാത്മാവ് അർജൻസിയോടെ നിൽക്കുകയാണ്. മക്കളെ, ഞാൻ സീക്രട്ട് പറയാം, എല്ലാ യുഗങ്ങളിലും അവൻ എല്ലാ സെഞ്ചുറീസിലും ഒരു വലിയ റിവൈവൽ നടക്കും. ഈ പ്രയലിലുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറയിൽ ഇതുവരെ അത് നടന്നിട്ടില്ല. യെസ്, യെസ് ലോർഡ്. ഹൗ many of you are ready to carry a revival? എത്ര പേര് ഒരു ഉണർവിനെ വഹിക്കാൻ തയ്യാറാണ്? യെസ്, നമ്മൾ കാത്തിരിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് മുന്നോട്ട് പോകാം. അത് തുടങ്ങിക്കഴിഞ്ഞു, അത് ആരംഭിച്ചു കഴിഞ്ഞു. യെസ് ലോർഡ്. പരിശുദ്ധാത്മാവ് തീയാന്ന് പറയുന്നതിനകത്ത് എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ പരിശുദ്ധാത്മ അഗ്നിയെ പല വ്യാഖ്യാനങ്ങളും ഉപദേശങ്ങളും പറഞ്ഞ്, ഞാൻ ആ സഭയുടെ പേര് പറയുന്നത് ഒരു തെറ്റില്ല, ബ്രദറൻ ഉപദേശങ്ങൾ ഉള്ളിൽ കടന്നു കൂടിയിട്ടുള്ള ചിലർ ഈ തീയെ കെടുത്താനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ. ഒരു ബ്രദറിനെ ഉപദേശി വന്നിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ പറയും, ഉപദേശി, നിങ്ങളുടെ ടീച്ചിങ് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് പിശാച് എന്നാ ചെയ്തെന്നറിയാമോ? പിശാച് ആമേൻ നമ്മുടെ ചില ദൈവദാസന്മാരെ തന്നെ ബ്രദറൻ ടീച്ചർമാരാക്കി. വലിയ പണ്ഡിതനാമേ, ഭയങ്കര പണ്ഡിതനാണ്. ഓ, പതുക്കെ ഒച്ചനയുന്നത് പോലെ പുറമേ 10 പേരുടെ കുറ്റം പറഞ്ഞ് പതുക്കെ പറയുന്നവനാ പണ്ഡിതൻ. എന്നാൽ അതിന്റെ യുഗം കഴിഞ്ഞു കേട്ടോ.
അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഒരു തലമുറ തീയിൽ സ്ഫുടം ചെയ്ത് ഒരു തലമുറ എഴുന്നേറ്റ് നിൽക്കുക. അവർക്ക് മറ്റുള്ളവരെ കളിയാക്കുന്ന പ്രസംഗം വേണ്ട, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന പ്രസംഗം അവർക്ക് വേണ്ട, മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന പ്രസംഗം അവർക്ക് വേണ്ട. അവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കണം. യെസ് ലോർഡ്, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത ഒറ്റ പ്രസംഗം കേൾക്കരുത്. നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കണം. യു ഷുഡ് നോട്ട് ഗോ ദെയർ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആത്മാവിന്റെ ചലനമില്ലാത്തടത്ത് നിങ്ങൾ പോകരുത്. പ്രത്യേകിച്ചും ദൈവമക്കളോട് ഞാൻ ആത്മാവിന്റെ കാര്യം പറയാം. നിങ്ങളൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒത്തിരി പേരുടെ പ്രസംഗം കേൾക്കാൻ പോകരുത്, ഒത്തിരി പേരുടെ ക്ലാസ് കേൾക്കാൻ പോകരുത്. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത്. പരിശുദ്ധാത്മാവിന്റെ അഗ്നി, നിങ്ങളുടെ അകത്ത് കത്തുന്ന അഗ്നിയെ തല്ലിക്കെടുത്തുന്ന ഒരു പ്രസംഗമോ ഒരു പ്രോഗ്രാമിന് നിങ്ങൾ പോകാൻ പാടില്ല. ദൈവമക്കളെ, ഞാൻ വചനം വെച്ച് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് പഠിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അഗ്നിയോടെ തിരുവെഴുത്തിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. സ്തോത്രം. പഴയ നിയമത്തിന് അതിന് നിഴലായും പുതിയ നിയമത്തിന് അതിന് പൊരുളായും പല വിഷയങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പല കാര്യങ്ങളോട് പഴയ നിയമത്തിൽ സാദൃശ്യപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാദൃശ്യമാണ് അഗ്നി എന്ന് പറയുന്നത്. മോശയുടെ നേതൃത്വത്തിൽ സമാഗമന കൂടാരവും അതിന്റെ ഉപകരണങ്ങളും യഹോവ കൽപ്പിച്ചതുപോലെ ഉണ്ടാക്കി. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് വെച്ചു. സമാഗമന കൂടാരത്തിന്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ട് സമാഗമന കൂടാരത്തിന് മുമ്പിൽ വെച്ചിരുന്ന യാഗപീഠത്തിൽ അഹരോൻ യാഗവസ്തുക്കൾ ക്രമീകരിച്ചു വെച്ചു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാകും മേധസ്സും ദഹിപ്പിച്ചു കളഞ്ഞു. പ്രയർ ലൈനിൽ വന്ന ദൈവമക്കളെ, നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തന്നെ, ഈ അഗ്നി എങ്ങനെയാ ന്യായവിധിയുടെ അഗ്നിയാകുന്നത്? എന്റെ ബ്രദറെ ഒന്ന് പറഞ്ഞേ, ബ്രദറെ, ഇതെങ്ങനെ ന്യായവിധിയുടെ അഗ്നിയാകുന്നത്? ഹല്ലേലൂയ. അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം ജനം വീണു എന്ന് സംഖ്യാപുസ്തകം 9-ാം അധ്യായം 23-24 വീട്ടിൽ വാക്യങ്ങൾ പറയുന്നത്. സ്തോത്രം. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് ദൈവസന്നിധിയിൽ നിന്ന് തീയിറക്കിക്കൊണ്ടായിരുന്നു. അത് മൂപ്പന്മാരും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തീ അല്ലായിരുന്നു, അത് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന തീയായിരുന്നു. ബ്രദറെ, ഇത് കേട്ടോണം കേട്ടോ. ഞങ്ങളുടെ അകത്ത് കത്തുന്ന തീ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലെ കിച്ചണിൽ നിന്ന് കൊണ്ടുവന്ന തീയല്ല, അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തീയാ. ഞങ്ങളുടെ ആരാധനയിൽ കത്തുന്ന തീ ഉണ്ടല്ലോ, ഞങ്ങളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചെന്നുള്ളതിന്റെ പുതിയ നിയമ വെളിപ്പാടായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ പാളയമടിച്ചു. അവർ പല സ്ഥലങ്ങളിൽ സമാപന കൂടാരത്തിൽ കത്തിയത് ആ തീയായിരുന്നു. ഹല്ലേലൂയ. അന്ന് ഇറങ്ങിയ തീ കെടാതെ സൂക്ഷിക്കാൻ സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങളും കൂട്ടത്തിൽ ദൈവകൽപ്പന പ്രകാരം ഒരു തീ കലശം കൂടെ അവർ ഉണ്ടാക്കിയിരുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നാൽ ശ്രദ്ധിക്കണമേ, അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ധൂപപീഠത്തിൽ ദൈവം തന്നെ സന്നിധി ഇറക്കി അഗ്നി അല്ലാത്ത അന്യാഗ്നി കത്തിച്ചതിനാൽ ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു. ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ അഗ്നി കത്തുമ്പോ അന്യാഗ്നി കത്തിക്കുന്നവരുണ്ട്. അത് ഞാൻ മറന്നുപോയിട്ടല്ല. അന്യാഗ്നി കത്തിക്കുന്നവരെ അവര് കത്തിച്ചോട്ടെ, ദൈവം അതിന് മറുപടി ചെയ്തോളും. ദൈവം അവരെ ന്യായം തിരിച്ചോളും. അന്യാഗ്നി ഉണ്ടെന്നും പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കെടുത്തിക്കളയരുത് കേട്ടോ. കീബോർഡ് വെച്ച് ആരാധിക്കുന്നവരെ കളിയാക്കുന്നവരെ കണ്ടിട്ടുണ്ട്, കൈയടിച്ച് ആരാധിക്കുന്നവരെ കളിയാക്കുന്നവരെ കണ്ടിട്ടുണ്ട്, തമ്പേറടിച്ച് ആരാധിക്കുന്നവരെ കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ കളിയാക്കൽക്കൊന്നും ഈ തീയെ കെടുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവം പ്രസാദിച്ച യാഗത്തിൽ അനുഗ്രഹത്തീയും അന്യാഗ്നി കത്തിച്ചവരുടെ മേൽ ന്യായവിധിയുടെ തീയും ഇറങ്ങി. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. ദൈവം പ്രസാദിച്ച യാഗത്തിൽ അനുഗ്രഹത്തിന്റെ തീ ഇറങ്ങി. അന്ന് ആ യാഗപീഠത്തിന്മേൽ ഇറങ്ങിയ തീയുണ്ടല്ലോ, അത് അനുഗ്രഹത്തിന്റെ തീ ആയിരുന്നു. എന്നാൽ അന്യാഗ്നി കത്തിച്ചവന്റെ മേൽ ഇറങ്ങിയ തീയുടെ പേരാണ് ന്യായവിധിയുടെ തീയ്. സ്തോത്രം. ദൈവമക്കളെ, പഴയ നിയമകാലത്ത് യാഗത്തിന്മേൽ സ്വർഗത്തിൽ നിന്നും
തീ ഇറങ്ങിയതായി പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഒർന്നോന്റെ കളത്തിൽ ദാവീദ് കഴിച്ച യാഗത്തിന്മേലും ശലോമോന്റെ ആലയത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹോമയാഗത്തിലും കർമ്മേലിൽ ഏലിയാവ് കഴിച്ച യാഗത്തിന്മേലും സ്വർഗത്തിന്റെ തീ ഇറങ്ങി ദൈവം അനുഗ്രഹിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ യാഗപീഠത്തിൽ കത്തിയ തീയ് അവനത് സ്വർഗത്തിൽ വന്ന തീയായിരുന്നു. അതൊന്നും ന്യായവിധിയുടെ തീയല്ല. ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ എന്നൊക്കെയുള്ള പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് എന്തോ അസഹിഷ്ണുത പോലെയാണ്. അവരുടെ അകത്തിരിക്കുന്ന പിശാചിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അപ്പോ ഇത്ര ഞാൻ പറഞ്ഞതിനകത്തിൽ പഴയ നിയമത്തിൽ കത്തുന്ന തീയല്ല ന്യായവിധിയുടെ തീയല്ലെന്ന് ഞാൻ തെളിയിച്ചില്ലേ? ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ഇനിയുണ്ട്. മോശയ്ക്ക് വേണ്ടി മുൾപ്പടപ്പിൽ കത്തിയ തീയ് അത് ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നതായിരുന്നു. മോശ 40 ദിവസം പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തോടുകൂടെ സംസാരിക്കുമ്പോൾ, ദൈവത്തോടുകൂടെ ഇടപെടലുകൾ നടത്തുമ്പോൾ താഴെ ദൂരെ നോക്കുന്ന ജനം കണ്ടത് എന്നറിയാമോ? പർവ്വതത്തിൽ തീ കത്തുന്നതാ കണ്ടത്. അപ്പൊ തീ ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ്. എല്ലാ തീയും ന്യായവിധിയുടെ തീ അല്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ സ്റ്റൗവിൽ കത്തുന്ന തീ എങ്ങനെ ന്യായവിധിയുടെ തീയാകുന്നത്? അത് നിങ്ങൾക്ക് അനുഗ്രഹമല്ലേ? അത് കത്തുന്നോണ്ടല്ലേ രാവിലെയും വൈകിട്ടും ശാപ്പാടടിക്കാൻ പറ്റുന്നത്? നമ്മളെ പരിശുദ്ധാത്മാവിനെതിരെ പറയുമ്പോൾ ഇതൊന്നും ചിന്തിക്കാറില്ല. ആരൊക്കെയോ എവിടേക്കോ പറഞ്ഞു വിട്ടത് നമ്മൾ അതിനെ കോപ്പി ചെയ്യുക. പിശാച് ആ ചിന്തകളെ ഹൃദയങ്ങളിൽ കൊണ്ടുവന്ന് ഇടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. യേശു പറഞ്ഞു. അത് ഏത് തീയെ കുറിച്ചാ പറഞ്ഞത്? ഹല്ലേലൂയ. ദൈവമക്കളെ, പഴയ നിയമകാലത്തെ യാഗങ്ങൾ ക്രിസ്തുവിന്റെ പരമയാഗത്തെയും ആരാധനയെയും സൂചിപ്പിക്കുന്നതായിരുന്നു. പഴയ നിയമ ധൂപപീഠം പ്രാർത്ഥനയെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എബ്രായ ലേഖനം 9:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. തീ കത്തുന്ന യാഗമായിട്ടാണ്, തീ കത്തുന്ന സൗരഭ്യവാസനയായ യാഗമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പുതിയ നിയമ ആരാധനയെ ചൂണ്ടിക്കാണിക്കുന്ന എഫേസ്യ ലേഖനം 5:1-2 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ആ അതേ തീയാണ് പുതിയ നിയമത്തിൽ 120 പേർ സെഹിയോൻ മാളികയിൽ കാത്തിരുന്ന പെന്തിക്കോസ്ത് നാൾ വന്നപ്പോ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷരായി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഇന്ത്യയില് ആദ്യമായി അന്യഭാഷ സംസാരിക്കുന്ന ചരിത്രം തുടങ്ങുന്നത് 1904 5കളിൽ പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിലാണ്. മുക്തി മിഷൻ അവരുടെ പുസ്തകം എന്റെ കയ്യിലുണ്ട്. ഞാൻ മുക്തി മിഷനില് AGയുടെ അഗാപ്പെ വിങ്ങില് ക്ലാസ് എടുക്കാൻ പലതവണ അവിടെ പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, അവരുടെ ഒരു പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: പരിശുദ്ധാത്മാവ് അഗ്നി അല്ല എന്നും അഗ്നിയുടെ സാദൃശ്യമല്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരായിരുന്നു അവർ. പണ്ഡിത രമാഭായി അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിനെ അഗ്നി എന്ന് പറയുന്നതൊക്കെ. പക്ഷേ അവർ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഔട്ട്പോറിങ്ങിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ കാത്തിരുന്നത് പോലെ കാത്തിരിക്കുവാൻ തുടങ്ങി. ഏകദേശം 2000-ൽ മേൽ അന്തേവാസികളുള്ള പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ 500 പേര് പേരുന്ന ഗ്രൂപ്പുകൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഒരു ഗ്രൂപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിടന്നുറങ്ങിയവർ ചാടി എഴുന്നേറ്റ് അവരൊരു കാഴ്ച കാണുകയാണ്. കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേളിൽ തീ കത്തിക്കൊണ്ടിരിക്കുക. അവരുടെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്.
പണ്ഡിത രമാഭായിയുടെ അനുഭവ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്, ഞാൻ ചരിത്രമാ പറയുന്നത്. അവരുടെ മേളിൽ അഗ്നി കത്തുന്നത് കണ്ടു. ആമേൻ. ആ കിടന്നുറങ്ങിയവർ ചാടി എഴുന്നേറ്റ് ആ ഗ്രൂപ്പിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചാടി എഴുന്നേറ്റവരുടെ മേലും അഗ്നി പടരുവാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് അന്തേവാസികൾ എല്ലാം ഓടിക്കൂടി. അവർ എല്ലാം അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പണ്ഡിത രമാഭായി പറയുന്നു, അതിനുശേഷം ആമേൻ പരിശുദ്ധാത്മാവിന് അഗ്നിയുടെ സാദൃശ്യമല്ല എന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് നിറയുന്നിടത്ത് പലപ്പോഴും അഗ്നിയുടെ ആമേൻ സാന്നിധ്യം ഇറങ്ങുന്നത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ആമേൻ. അതാണ് ആമേൻ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവായിട്ട് ഇറങ്ങി. സ്തോത്രം. ഫസ്റ്റ് സിംബൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഫയർ. ഫയർ. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ കേരളത്തെ ചലിപ്പിച്ച വലിയ മീറ്റിംഗിൽ, ക്രൂസൈഡിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. ഒരു ദിവസം പോലും വിടാതെ ഞാൻ ആ മീറ്റിംഗിൽ പോയിട്ടുണ്ട്. റെയ്നാൾഡ് മോംഗ വന്നപ്പോൾ ആദ്യം എറണാകുളത്ത് വെച്ച് നടന്ന കോൺഫറൻസുകളുടെ പേര് ഫയർ കോൺഫറൻസ് എന്നായിരുന്നു. രാവിലത്തെ മീറ്റിംഗിൽ പോയിട്ടുള്ളവർക്കറിയാം, അത് ലിറ്ററലി ഫയർ ആയിരുന്നു. ഫയർ, ഹോളി സ്പിരിറ്റ് ഫയർ എന്ന് ആ അഭിഷക്തൻ ഉച്ചരിക്കുമ്പോൾ അവിടെ നിൽക്കുന്നവർക്കൊന്നും അടങ്ങി നിൽക്കാൻ പറ്റാതെ ആമേൻ തീയുടെ അനുഭവം അവിടേക്ക് പകരുന്നത് കാണാൻ ദൃക്സാക്ഷിയാണ് ഞാൻ, ദൃക്സാക്ഷിയാണ്. പക്ഷെ എവിടെയൊക്കെയോ ചില ബ്രദറൻ ടീച്ചിങ്ങുകൾ നമ്മളെ എല്ലാം തണുപ്പിച്ചു കളഞ്ഞു. എവിടെയൊക്കെയോ അഗ്നിയുടെ മേൽ വെള്ളം കോരിയഴിച്ച് കെടുത്തിക്കളയുന്ന ചില പണ്ഡിതന്മാരെന്ന രൂപേണ ചിലരെ ദൈവം നമ്മുടെ ഇടയിൽ നിന്ന് ചിലരെ പിശാച് നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. തിരിച്ചറിയണം, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വില കൊടുക്കാത്ത ഒരു ടീച്ചിങ് നമുക്ക് വേണ്ട കേട്ടോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. മത്തായിയുടെ സുവിശേഷം 3:11 അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഈ ഒരു വാക്യത്തിന് കൊണ്ടുവന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. പരിശുദ്ധാത്മ സ്നാനവും തീയാലുള്ള സ്നാനവും രണ്ടും രണ്ടാണെന്നും തീയിലുള്ള സ്നാനം നരകത്തിയിലെ സ്നാനമാണെന്നും ഇന്ന് ചിലർ പറയുന്നുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. തീ കൊണ്ടുള്ള സ്നാനമാണ് നരകത്തിൽ നടക്കുന്നതെന്ന് വേദപുസ്തകത്തിന്റെ പഠിപ്പീരല്ല കേട്ടോ. വേദപുസ്തകം ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. തീ കൊണ്ട് നരകത്തിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് വചനത്തിൽ എങ്ങും പഠിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അത് ഗ്രീക്ക് മൂലഭാഷയിൽ നമ്മൾ പഠിച്ചാല് ഒരേ സമയത്ത് നടക്കുന്ന കാര്യമായിട്ടാണ് ഗ്രീക്കിൽ അതിന് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ തീയിൽ സ്നാനപ്പെടുത്തുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. കള്ളം പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന വഞ്ചകനായ ദുഷ്ടപിശാച് നമ്മുടെ സഭകൾക്കകത്ത് നുഴഞ്ഞു കയറി പരിശുദ്ധാത്മാവിന്റെ തീയെ കെടുത്തുന്നവരായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ന്യായവിധിയിൽ നരകത്തിയിൽ ദുഷ്ടന്മാരെ സ്നാനപ്പെടുത്തുമെന്നതിന്റെ അങ്ങനെ ഒരു ഡയറക്റ്റ് വാക്യം നിങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണം. ന്യായവിധിയിൽ നരകത്തിയിൽ ദുഷ്ടന്മാരെ സ്നാനപ്പെടുത്തുമെന്നൊരു സൂചന പോലും ആ വാക്യത്തിൽ പറയുന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സൂചന പോലും ആ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. താങ്ക് യു ജീസസ്. അതിനാൽ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ടും ആമേൻ നമുക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കാം. ആമേൻ. വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ടും ആമേൻ. ആമേൻ. നരകത്തിലെ അവിശ്വാസികൾക്ക് നരകത്തിലെ അഗ്നി കൊണ്ടും സ്നാനം യേശു നൽകുന്നുവെന്നാണ് അവർ ഉചിതമായ ഒരു വ്യാഖ്യാനമായിട്ട് അവർ പറയുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ടുള്ള സ്നാനം അത് ഒരിക്കലായി നമ്മുടെ മേൽ നടക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരിക്കൽ ആ ഒരു അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിൽ ഒതുങ്ങരുത് കേട്ടോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു പടിക്കായി നമുക്ക് ഒരുങ്ങണം. ആമേൻ. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നു, തീഷ്ണത ഉളവാക്കുന്നു, ആത്മീയ മന്ദീഭാവത്തെ മാറ്റുന്നു, ആത്മീയ തണുപ്പിനെ മാറ്റുന്നു. ആ തീ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ തീയെ, അത് പ്രകാശം നൽകുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആ അനുഭവത്തിന് സാക്ഷിയാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് അഗ്നിയുടെ അനുഭവം അല്ലെങ്കിൽ,
പെന്തിക്കോസിന്റെ മെയിൻ സ്ട്രീം ചർച്ചുകളുടെ എല്ലാം ലോഗോ എന്ന് എടുത്തു നോക്കാം. ചർച്ച് ഓഫ് ഗോഡിന്റെ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെയും IPCയുടെയും എല്ലാ മെയിൻ ലൈൻ ചർച്ചസിന്റെയും എംബ്ലത്തിനകത്ത് ഒരു തീയുണ്ട്, ഒരു തീജ്വാല നിങ്ങൾക്ക് കാണാൻ പറ്റും. ആമേൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയാമോ? ആമേൻ. പെന്തിക്കോസ് സഭകളുടെ എല്ലാം തുടക്കത്തിൽ പരിശുദ്ധാത്മാ അഗ്നി ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ദൈവമക്കളെ, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക എന്ന പാട്ട് ധ്യാനിച്ചു പാടിയ അനേകർ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയാൻ തുടങ്ങിയ നൂറുകണക്കിന് ആൾക്കാര് നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. പലരും ആമേൻ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിന് ചൂടുപിടിക്കുന്നതായി തോന്നിയതായി ആ അനുഭവം അനുഭവിച്ചവർ അനേകരുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, വളരെ വിഷമത്തോടെ, വളരെ വേദനയോടെ ഞാൻ ആത്മാവിൽ പറയട്ടെ, പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പഠിപ്പീരൊക്കെ വരുമ്പോ നമ്മളിലുള്ള ആത്മീയ അഗ്നിയെ കെടുത്തിക്കളയുന്ന ഒരു മേഖലയിലേക്ക് വരുന്നു. പലരും ചിന്താക്കുഴപ്പത്തിലാകുന്നു. എന്നാ പിന്നെ അത് പാടണ്ട, എന്നാ പിന്നെ അത് പ്രസംഗിക്കണ്ട. ആമേൻ. എങ്ങനെ ആര് എവിടെ പാട്ട് പാടിയാലും പ്രശ്നമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന ഒരു പാട്ട് പാടിയാൽ അങ്ങനെ പാടരുതെന്ന് പറയാൻ ആള് വരും. ആമേൻ. എന്താണെന്നറിയാമോ? സാത്താൻ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, സാത്താൻ ഏറ്റവും അധികം പേടിക്കുന്നത് ഈ തീ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നവരെയാണ്. പെന്തിക്കോസുകാരായ ദൈവമക്കളെ, പെന്തിക്കോസിന്റെ അനുഭവത്തിൽ ആത്മതീ കത്തുന്ന ദൈവമക്കളെ, ഈ തീ നമ്മളിൽ നിന്ന് അണഞ്ഞുപോയാൽ ഹല്ലേലൂയ, നമ്മളും കേവലം മനുഷ്യരുമായി യാതൊരു വ്യത്യാസമില്ലെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പെന്തിക്കോസിന്റെ മുഖമുദ്രയാണ് ഈ തീയ്. ആമേൻ. കുമ്പനാട് കൺവെൻഷനും ആമേൻ മറ്റ് കൺവെൻഷനുകളിലൊക്കെ പോയിരുന്ന് നമ്മൾ ഈ ആത്മാവിന്റെ ചൂട് അനുഭവിച്ചവരാണ്. എന്നാൽ നമുക്കിതിപ്പോൾ ഇങ്ങനത്തെ മീറ്റിങ്ങുകളും കൺവെൻഷനുകളും എല്ലാം ഒരു പ്രോഗ്രാമുകളായി അതപ്പതിച്ചു. വർഷത്തിലൊരിക്കൽ ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ, വർഷത്തിലൊരിക്കൽ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന. എന്നാൽ കാത്തിരിപ്പ് യോഗത്തിന് ആളില്ല. ഈ അഗ്നിയെ വേണമെന്ന് മുന്നോട്ട് വരാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ ദൈവത്തിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരാൻ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Praise God. Hallelujah. Thank you, Lord. Amen. Hallelujah. Praise you, Master. Worship you, Lord. ഞാൻ കൺഫസ് ചെയ്യും. I confess. ഇങ്ങനെയുള്ള പഠിപ്പീരിലൊക്കെ ഞാനും അല്പമൊക്കെ ആകൃഷ്ടനായിട്ടുണ്ട്. എന്റെ തിയോളജിക്കൽ സ്റ്റഡീസിന്റെ കാലത്ത് ഞാൻ പലപ്പോഴും പരിശുദ്ധാത്മ തീയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ തീയെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോ, ഞാൻ ആ തീയെ കൊണ്ടു നടക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് തീയാണ്. അത് കാടിനെ കത്തിക്കുന്നതാണ്. ആ തീ ഉണ്ടെങ്കിലേ ഭാരതത്തെ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. റിയാദബ ഷക്കദബ. എത്ര പേർ കാണും, കർത്താവേ ആ തീ എന്നിൽ കത്തണമേ, ആ പരിശുദ്ധാത്മാവിന്റെ തീ എന്നിൽ കത്തണമേ, അതെന്റെ കുടുംബത്തിൽ കത്തണമേ. അന്ന് യാഗപീഠത്തിന്മേൽ കത്തിയ തീയ്, ഏലിയാവിന് വേണ്ടി കർമ്മേലിന്റെ മലമുകളിൽ ഇറങ്ങി വന്ന തീയ് എന്റെ കുടുംബത്തിൽ കത്തട്ടെ, എന്റെ സഭയിൽ കത്തട്ടെ. ഹല്ലേലൂയ. ഓ റബ ഷക്കലബ സന്ദരബ റബസിയാര റുഖബബ ശന്ദേരിയ ബാബ. ഹല്ലേലൂയ. കുമ്പനാട് കൺവെൻഷനിൽ ഒരു പ്രാവശ്യം ആമേൻ ഒരു സഹോദരി പാടി, ആമേൻ, തീ പോലെ ഇറങ്ങണമേ. റെജിനാരായണൻ പാസ്റ്റർ പാട്ടാണ്. നിങ്ങൾ ആ പാട്ട് കേൾക്കണം കേട്ടോ. ആദ്യമൊക്കെ ആ പാട്ട് ഞാൻ പാടത്തില്ലായിരുന്നു. എന്നാൽ ഒരു സഭായോഗത്തിന് വേണ്ടി പാട്ടുകളെ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവിനെ പറഞ്ഞു, നീ ആ പാട്ട് പാടണം. ഫെയ്ത്ത് സിറ്റിയോട് ചോദിക്കുക. ഫെയ്ത്ത് സിറ്റി ആ പാട്ട് പാടിയ ദിവസം ദൈവ സാന്നിധ്യം ഇറങ്ങിയത് ഞങ്ങൾ അനുഭവിച്ചിറങ്ങിയതാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ പിശാച് ഇതിനെയൊക്കെ തടയുന്നത്? നമ്മൾ ആ അഗ്നിയിലേക്ക് വരരുത്. നമ്മൾ കത്തിയാൽ നമ്മുടെ കുടുംബം കത്തും. നമ്മുടെ കുടുംബം കത്തിയാൽ നമ്മുടെ സഭ കത്തും. നമ്മുടെ സഭ കത്തിയാൽ നമ്മുടെ ദേശം കത്തും. നമ്മുടെ ദേശം കത്തിയാൽ ആമേൻ പൈശാചിക മേഖലകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവന്റെ അടിത്തറ ഇളകും. ആദിമ നൂറ്റാണ്ടിൽ പെന്തിക്കോസിന്റെ അഗ്നിജ്വാല നമ്മുടെ പിതാക്കൾ
പിതാക്കന്മാരിൽ കത്തിയതുപോലെ, അപ്പ ഒരു വിറകുകൊളി നിന്ന് കത്തുന്നത് പോലെ ഒരു ഇരുമ്പ് കഷ്ണം ആമേൻ ഉലയ്ക്കകത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആ വിറക് കഷ്ണം ഏതാ, ആമേൻ ആ ഇരുമ്പ് കഷ്ണം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം ആത്മാവിന്റെ ഒരു പരിവർത്തനം നമ്മളിൽ സംഭവിക്കട്ടെ. എത്ര പേർ അതിനു വേണ്ടി സമർപ്പിക്കപ്പെടും? തീ കത്തിക്കപ്പ, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവെ തീ കത്തിക്ക. പണ്ടത്തെ കാത്തിരിപ്പ് യോഗത്തിന്റെ ഒരു പാട്ടായിരുന്നത്. ഇന്നത്തെ പുതിയ തിയോളജി വന്നപ്പോഴത്തേന് അതിനെയൊക്കെ നമ്മൾ പാലുരുട്ടുന്ന പോലെ ചുരുട്ടി മാറ്റിവെച്ചു, കരഞ്ഞ് തിരിച്ചു മേടിക്ക്. ആ തീ ഇല്ലാതെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല. വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ തീ വേണം. ഹല്ലേലൂയ. ന്യായവിധിയുടെ തീ വേറെയാകട്ടോ, അത് നിഗളിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. അത് അന്യാഗ്നി കത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാ. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയുള്ളത് ന്യായവിധിയുടെ തീയല്ല, പരിശുദ്ധാത്മാവിന്റെ തീയാണ്. അഗ്നിപർവ്വതം പൊങ്ങയുന്നത് പോലെ നമ്മുടെ സഭകൾ പൊങ്ങയാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, ആമേൻ, ഇന്നത്തെ തണുപ്പ് മാറും. ഹിമാലയ സാനുക്കളെ പോലെ മഞ്ഞ് പുതച്ചു കിടക്കാനല്ല ദൈവം സഭയെ പറ്റി ആഗ്രഹിക്കുന്നത്. 10 മണിക്ക് വന്നിട്ടൊരു മൂളിപ്പാട്ടും പാടി മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ആത്മാവിൽ യുദ്ധം ചെയ്ത് ദേശത്തിന്റെ ആധിപത്യങ്ങൾക്ക് നേരെ ആമേൻ സന്ധിയില്ല സമരം ചെയ്ത് കോടികളെ കർത്താവിന് വേണ്ടി നേടുന്ന ചില ഏലിയാവുമാരെ ആത്മാവിന്റെ അഗ്നിയുടെ സ്പർശവുമായി കർത്താവ് എഴുന്നേൽപ്പിക്കും. ഒരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കട്ടെ, ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോടത് പറയാം. പരിശുദ്ധാത്മാവെന്നെ അവൻ അതിനുവേണ്ടി നിയോഗിക്കുന്നത് കൊണ്ട് പറയാം. അവൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എനിക്കറിയാം. പക്ഷേ വളരെ വേദനയോട് ഞാൻ പറയട്ടെ, ശാന്തമായിട്ട്. നമ്മുടെ മെയിൻ ലൈൻ ചർച്ചസ് ഒക്കെ തുടങ്ങിയപ്പോൾ കുക്കു സാഹിബും നമ്മുടെ കെ അബ്രഹാം അപ്പച്ചനൊക്കെ അനുഭവിച്ചൊരു തീയുടെ സാന്നിധ്യമാണ്. അഭിഷേകം പ്രാപിക്കാത്തവർ തൂണുപോലും കുഴിച്ചിടാൻ പറ്റാത്ത, അവരെ അനുവദിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു. എവിടെയൊക്കെ നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്തു. പണത്തിന്റെ പേരിൽ, പദവികളുടെ പേരിൽ നമ്മൾ അഭിഷേകത്തെ അടിയറവ് വെച്ചു. അപ്പൊ സംഭവിച്ചെന്തോന്നറിയാമോ? നമ്മുടെ ഇടയിൽ നിന്ന് മഹത്വം പോയി. നമ്മുടെ സഭകളിൽ നിന്ന് മഹത്വം പോയി. നമ്മളത് അറിഞ്ഞില്ല. അപ്പോൾ അതിന്റെ അപ്പുറത്തൂടെ, ഞാൻ ഈ ന്യൂ ജനറേഷനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല കേട്ടോ, ഞാനൊരു സത്യം പറയാ. അതിന്റെ അപ്പുറത്തൂടെ ഒരു തലമുറ പറഞ്ഞു ഞങ്ങളിത് സ്വീകരിക്കുകയാണ്. നമ്മള് മാനുഷികമായ ടീച്ചിങ്ങുകളുടെ പേരിൽ ദൈവമഹത്വത്തെ കൊണ്ട് കടഞ്ഞ ഒരു തലമുറ പറഞ്ഞ് കർത്താവേ ഞങ്ങൾക്കത് വേണം. നമ്മൾ ഈ കാബോതായപ്പോ അവർ കാബൂത് വഹിക്കാൻ തുടങ്ങി. നമ്മൾ അവരെ നോക്കി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊട്ടാരക്കരയിലും അടൂരും ആമേൻ കോട്ടയത്തുമൊക്കെ അവരുടെ സഭകൾ വളരുന്ന കണ്ടിട്ട് അയ്യോ വെള്ളം കലക്കിയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമക്കളെ, മുട്ടുമ്പേലിരുന്ന് ആ കാബോദിനെ തിരിച്ചു വാങ്ങിക്കാനാ ഈ തലമുറയിൽ ഈ പ്രയർ ലൈനിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. സിറ്റിയെ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിക്കുക. വളരുന്ന സഭയെ നോക്കി അവർ വെള്ളം കലക്കി, നമ്മൾ കലക്കിയിട്ട് വരുന്നില്ലല്ലോ, നമ്മളൊന്ന് കലക്കി നോക്ക്. അമ്മേ വരുത്തില്ലെന്നേ, അങ്ങനെയൊന്നുമല്ല. അവരുടെ മേൽ കാബോത്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാ. വേണ്ടാന്ന് പറയുന്നവനെ അങ്ങനെ ഫോഴ്സ് ചെയ്യത്തില്ല. വേണമെന്ന് പറയുന്നവനെ നിറച്ചേ വിടത്തുള്ളൂ. അതാ ദൈവത്തിന്റെ കരുണ. എന്താണെന്നറിയാമോ? ദൈവത്തിന് ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒന്നുമില്ല. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ആത്മാവിൽ നിങ്ങളൊന്ന് കൈയടിച്ച് നാളെ മുതൽ ഒരു പരസ്യ സ്ഥലത്ത് ആരാധിച്ചാൽ അവര് പറയും നിങ്ങൾ ന്യൂ ജനറേഷനാണ്. നമ്മുടെ അപ്പച്ചന്മാരെ അങ്ങനെയൊക്കെ അല്ലേ കളിയാക്കിയത്? അന്ന് ഇറങ്ങിയ അപ്പച്ചന്മാരല്ല ന്യൂ ജനറേഷൻ ആണെന്നാ പറഞ്ഞത്. അവരെ പറ്റി പറഞ്ഞതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറയാനിടയായി. പക്ഷേ ആത്മാവിൽ ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവർ പട്ടണങ്ങളെ കർത്താവിന് വേണ്ടി ഇളക്കി മറിച്ചു. സഭകൾ സുന്നകദോസ് കൂടി ആമേൻ ഇതിനെതിരെ എന്തു ചെയ്യുമെന്നൊക്കെ നോക്കി നിന്നപ്പോ പള്ളി മണിമേടകൾ വിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഈ പെന്തിക്കോസിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അന്ന് നമ്മുടെ ഫെയ്ത്തും കണ്ടോണ്ടല്ല ജനം വന്നത്, ഈ ശക്തിയിലേക്ക് അവർ വന്നത്. അവർക്ക് അവിടെ ആ വലിയ പള്ളി കിട്ടാത്തത് ചിലത് ഈ മരച്ചുവട്ടി കിട്ടിയെന്ന്. അവർക്ക് വലിയ പള്ളി കിട്ടാതിരുന്നത് ഈ കൊച്ചു മുറിക്കകത്ത് കിട്ടിയെന്നേ. അതുകൊണ്ടാ അവര് പള്ളി വിട്ടിട്ട് വന്നത്. ഇപ്പൊ ഞാൻ ആത്മാവിലൊന്ന് ചോദിച്ചോട്ടെ, ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് അവർ നമ്മുടെ ചർച്ചിലേക്ക് വരണം?
യെസ് മക്കളെ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. ഞാൻ വചനത്തിന്റെ മുമ്പിൽ നിന്ന് സത്യമാണ്, എന്റെ ക്ലാസ് ടീച്ചർ ആ കോൺവെന്റ് സ്കൂളിലെ ക്ലാസ് ടീച്ചർ അന്യഭാഷയും ഉറക്ക ഹല്ലേലൂയ പറയുന്നതിനും പരസ്യമായി എന്റെ ക്ലാസ്സിൽ വിമർശിച്ചു. കുറെ ആൾക്കാരുണ്ട്, അവര് ചുമ്മാതെ കിടന്ന് നിലവിളിക്കും, കയ്യും കാലും ഇട്ട് അടിക്കുമെന്നൊക്കെ പറഞ്ഞു, വളരെ മോശമായിട്ട്. ഞങ്ങൾ കുറച്ച് പെന്തിക്കോസുകാർ ആ ക്ലാസ്സിലുണ്ടെന്ന് ടീച്ചർക്ക് അറിയാൻ നല്ലതായിട്ട്. അമ്മേ, പക്ഷെ ഞങ്ങളുടെ കൊച്ചു ഹൃദയം വേദനിച്ചു കേട്ടോ. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി ഞങ്ങൾ ആ സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഇതേ ക്ലാസ് ടീച്ചർ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ, ഞങ്ങളുടെ സ്കൂളിന്റെ മുമ്പിലുള്ള പള്ളിയുടെ മുമ്പിൽ കെട്ടിയിരുന്ന വലിയ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് മൈക്കിലൂടെ അന്യഭാഷ പറയുന്നത് കേൾക്കാൻ ദൈവം ഭാഗ്യം തന്നു. ആ കാരിസ്മാറ്റിക് മീറ്റിങ്ങുകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അപ്പുറത്തൂടെ വേറൊരു തലമുറയെ എഴുന്നേൽപ്പിക്കും, മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം, പെന്തിക്കോസിലെ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയാ അവരവിടെ തുടങ്ങിയ. പക്ഷേ നമുക്കറിയാം എന്നാ സംഭവിച്ചെന്ന്. കാരണം ഈ ഒഴുക്കിനെ തടയാൻ പറ്റത്തില്ല. ഈ ഒഴുക്കിനെ തടയാൻ ഒരു ഡാം പൊട്ടി വരുമ്പോ, നമ്മള് കേരളം കണ്ടതല്ലേ, ഒരു ഡാമിന്റെ ഷട്ടർ പൊക്കി വിടുമ്പോ, ഒറ്റ ഷട്ടർ പൊക്കുമ്പോ ഈ ദേശത്ത് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ വലിയ മലവെള്ള പാച്ചിൽ പോലെ ഓസ്ട്രേലിയയിലെ തീ കെടുത്താൻ എത്ര ദിവസം എടുത്തെന്നായി പറയുന്നത്. ഹല്ലേലൂയ. ഇതൊരു കാട്ടു തീ പോലെ കത്തി പടട്ടെ യേശുവിന്റെ നാമത്തിൽ. യെസ്, ഈ ക്ലാസ്സിൽ വന്ന ആരും ദൈവത്തെ ഓർത്ത് ഇനി പരിശുദ്ധാത്മാവ് അഗ്നിയുടെ സാദൃശ്യമല്ല എന്ന് പറയരുത്. നിങ്ങൾ ധൈര്യമായിട്ട് പാടണം ദൈവമക്കളെ. ആമേൻ. ജനസമൂഹത്തിൽ നിങ്ങൾ പാടണം, തീ പോലെ ഇറങ്ങണമെന്ന് പാടണം. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങിയത്. ഇത് പറയുന്നതിന്റെ പേരിൽ നമ്മളെ പലരും ആക്രമിക്കാൻ എഴുന്നേൽക്കും. കാരണം ഭൂതമുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആ അനുഭവത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും ഇന്ന് രാത്രി? ആത്മനിറവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഘടകം സഗന്ധനാദന പ്രൗഷിസ്യാന്തന